പശ്ചിമബംഗാളിൽ 19 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നിപ്പ വൈറസ് ബാധയെന്ന് സംശയം. കൊൽക്കത്തയ്ക്ക് സമീപമുള്ള ബാരാസാത്തിലെ സ്വകാര്യ ആശുപത്രിയിൽ 2 നഴ്സുമാരെ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലവിൽ ഒരു സിസ്റ്റർ കോമയിലും മറ്റൊരാൾ വെന്റിലേറ്ററിലുമാണ്. നോർത്ത് 24 പർഗാനസ് ജില്ലയിൽ നിന്നുള്ള 2 നഴ്സുമാർക്കാണ് തിങ്കളാഴ്ച രോഗം സ്ഥിരീകരിച്ചത്. പൂർബ ബർദർമാൻ ജില്ലയിലേക്കുള്ള ഔദ്യോഗിക സന്ദർശനത്തിനിടയിലാണ് ഇവർക്ക് രോഗബാധ ഉണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം. എന്നാൽ വൈറസ് ബാധയുടെ കൃത്യമായ ഉറവിടം കണ്ടെത്താൻ ആരോഗ്യവകുപ്പിന് ഇതുവരെ സാധിച്ചിട്ടില്ല. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇരുവരും ജോലി ചെയ്തിരുന്ന ആശുപത്രിയിലെ ആരോഗ്യ പ്രവർത്തകൻ മരിച്ചിരുന്നു. ഇയാൾക്ക് നിപ്പ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇവിടെ നിന്നായിരിക്കാം രോഗം പിടിപെട്ടതെന്നും കരുതുന്നുണ്ട്. രോഗികളുമായി സമ്പർക്കത്തിൽ ഏർപ്പെട്ടവരെ കണ്ടെത്താൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. സംസ്ഥാന സർക്കാരിന് ആവശ്യമായ എല്ലാ സഹായങ്ങളും കേന്ദ്രം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. 1998 മലേഷ്യയിലാണ് ആദ്യമായി നിപ്പ വൈറസ് സ്ഥിരീകരിക്കുന്നത്. അവിടെ നിന്ന് സിംഗപ്പൂരിലേക്കും പിന്നാലെ ഇന്ത്യയിലേക്കും രോഗവ്യാപനമുണ്ടായി. 2001 രാജ്യത്താദ്യമായി വെസ്റ്റ് ബംഗാളിലെ സിലിഗുരിയിൽ നിപ്പ വൈറസ് സ്ഥിരീകരിക്കുന്നത്. 2007 നാദിയയിലും നിപ്പ റിപ്പോർട്ട് ചെയ്തു. 2001 45 പേരും 2007 5 പേരും രോഗബാധയെ തുടർന്ന് മരിച്ചിരുന്നു. അതിനുശേഷം നീണ്ട 19 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ വീണ്ടും രോഗലക്ഷണങ്ങൾ കണ്ടെത്തുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 45% മുതൽ 75% വരെ മരണനിരക്കുള്ള അതീവ അപകടകാരിയായ വൈറസാണ് നിപ്പ. ഇതിന് നിലവിൽ പ്രതിരോധ വാക്സിനോ പ്രത്യേക ചികിത്സയോ ലഭ്യമല്ല. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്കും പിന്നീട് മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്കും പകരാൻ സാധ്യതയുള്ള ഈ വൈറസ് ബാധയെ തുടർന്ന് പശ്ചിമബംഗാളിൽ അതീവ ജാഗ്രത പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരളത്തിൽ 2018 മുതൽ 2025 വരെയുള്ള കാലയളവിൽ മിക്കവാറും എല്ലാ വർഷങ്ങളിലും നിപ്പ റിപ്പോർട്ട് ചെയ്തിരുന്നു.